ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും അല്ലേ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അനുജത്തി നിനക്കായി എന്ന വൈഗ IPSൻ്റെ തുടർ കഥകളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ നൽകുകയൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ അനുജത്തി നിനക്കായി എന്ന നോവലിൻ്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നോവൽ തുടർച്ച. ഓർക്കാപ്പുറത്തായതുകൊണ്ട് അവൻ പെട്ടെന്ന് പിന്നിലേക്കൊരു ചാട്ടം, ചവിട്ടിയത് സ്റ്റെപ്പിൻ്റെ വക്കിലേക്കും. കാൽ ചുവടുറയ്ക്കാതെ പിഴച്ചതും കാർത്തിക് വീഴാഞ്ഞാഞ്ഞു. തൊട്ടു പിന്നിൽ എല്ലാം കണ്ടു നിന്നിരുന്ന വൈഗ അവനെ ചാടിപ്പിടിച്ചു. ഒരു താങ്ങിനായി അവനും അവളെ പിടിക്കാൻ കൈകൾ നീട്ടി. പരസ്പരം പുണർന്നു ഒരു നിമിഷം. അതിനിടയിൽ കാർത്തിക് അറിഞ്ഞു വലതുകാലിൻ്റെ പത്തി തറയിൽ കുത്താനാവില്ലെന്ന്. അവൻ വലതുകാൽ നീട്ടി. വൈഗ എൻ്റെ കാൽ. കാർത്തികിൻ്റെ സ്വരത്തിൽ ഭീതി കലർന്നു. കാലിനെന്തു പറ്റി? പരിഭ്രാന്തിയോടെ അവൾ അവൻ്റെ ഉടുമുണ്ടിൻ്റെ തുമ്പ് അല്പം ഉയർത്തി. ഫ്രാക്ചറായെന്ന് തോന്നുന്നു. വൈഗ. വേദന നെറുക വരെ എത്തുന്നു. ഈശ്വര. വൈഗ അന്താളിച്ചു നോക്കി. വലതുകാൽ തറയിൽ കുത്താതെ കാർത്തിക് അവളെ വട്ടം പിടിച്ചു. വൈഗ അവൻ്റെ ശരീരത്തിൻ്റെ ഭാരം അത്രയും തൻ്റെ തോളിലേക്ക് താങ്ങി. അവൾ മുഖമുയർത്തി നോക്കി. തങ്ങളെ രണ്ടാളെയും ആരും ശ്രദ്ധിക്കുന്നില്ല. പകരം അലർച്ചയോടെ വന്നു നിന്ന ആംബുലൻസിൽ നിന്നും ചോരയിൽ കുളിച്ച 3-4 പേരെ സ്ട്രെച്ചറിലേക്ക് മാറ്റുകയും കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. കൂടെ വന്നവരുടെ ആശങ്ക, വെപ്രാളം, നിലവിളി. കാഷ്വാലിറ്റിയിലുള്ളവർ നെട്ടോട്ടമാണ്. ഏതോ ആക്സിഡൻ്റാണ്. തലയ്ക്കും നെഞ്ചിനുമൊക്കെ പരിക്കുകൾ. പറന്നു പോകാൻ വെമ്പുന്ന ജീവനുകളെ തിരിച്ചു പിടിക്കാനുള്ള എമർജൻസി പ്രവർത്തനങ്ങളാണ്. വൈഗ കാർത്തികിൻ്റെ മുഖത്തേക്ക് നോക്കി. നമുക്ക് ഡോക്ടർ ഹരിലാലിനെയോ ചോദ്യേന്ദ്രനെയോ ഒന്ന് വിളിച്ചാലോ? വേദനക്കിടയിൽ കാർത്തിക് പറഞ്ഞു. ഞാനും അതാണ് ആലോചിച്ചത്. വൈഗ മൊബൈൽ എടുക്കുമ്പോഴേക്കും അകത്തുനിന്നും ഫോണിലൂടെ ഏതോ സിസ്റ്റർ സംസാരിക്കുന്ന ശബ്ദം കിട്ടും. യെസ്, സിസ്റ്റർ മായ. ഹാരി സാറിനോടൊന്ന് താഴേക്ക് വരാൻ പറയൂ. അതെ, ഡോക്ടർ വീട്ടിൽ പോയിട്ടില്ല, റൂമിലുണ്ട്. ക്വിക്ക്. വൈഗയ്ക്ക് തോന്നി. ഈ തിരക്കിനിടയിൽപ്പെട്ട കാർത്തികിന് ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ ഒരുപാട് വൈകും. പോർച്ചിനപ്പുറത്ത് ആംബുലൻസിൽ നിന്നിറങ്ങിയവരെ നിരീക്ഷിച്ചു നിന്നിരുന്ന ഒരു സെക്യൂരിറ്റിക്കാരനെ കൈകാട്ടി വിളിച്ചു. ഒരു ടാക്സി വരാൻ പറയും, അവൾ പറഞ്ഞു. അയാൾ അവരെ ആകെയൊന്ന് നോക്കി. കാർത്തികിൻ്റെ വേദനിക്കുന്ന മുഖം കണ്ടു. അയാൾ വേഗം ഒരു ടാക്സിയുമായി വന്നു. വൈഗ കാർത്തികിന് കാറിനുള്ളിലേക്ക് കയറാൻ സഹായിച്ചു. ടാക്സി റോഡിലേക്ക് ഇറങ്ങി. കാരിത്താസ് ഹോസ്പിറ്റലിലേക്കാണ് അവൾ ടാക്സി വിട്ടത്. വലതുകാലിൻ്റെ പത്തിയിൽ തൊടുമ്പോഴേക്കും വേദന നെറുകയിലെത്തുന്നത് കാർത്തിക് അനുഭവിച്ചു. എന്തുപറ്റി? വീൽ ചെയറിൽ ചെന്ന കാർത്തികിനോട് കാഷ്വാലിറ്റിയിലെ ഡോക്ടർ വർഗീസ് ചോദിച്ചു. സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ കാല് സ്ലിപ്പായി, കാർത്തിക് പറഞ്ഞു. പറയുന്ന അവൻ്റെ മുഖത്തും കണ്ണുകളിലും ശബ്ദത്തിലും ഉണ്ടായിരുന്നു വേദന. വേദന കുറയാൻ ഒരു ഇഞ്ചക്ഷൻ ഡോക്ടർ കുറിച്ചു. സിസ്റ്റർ വന്ന് ഇഞ്ചക്ഷൻ എടുത്തു. കാർത്തികിൻ്റെ മുഖത്തെ വേദന ശ്രദ്ധിച്ച് അരികിൽ നിന്നു വൈഗ. ക്രമേണ അവൻ്റെ മുഖത്തെ വേദനയുടെ അളവ് കുറഞ്ഞു. ഇനി ഒരു എക്സ്റേ എടുത്തു വാ, അത് നോക്കിയിട്ടേ ഫ്രാക്ചർ ഉണ്ടോയെന്ന് അറിയാൻ പറ്റൂ, ഡോക്ടർ വർഗീസ് പറഞ്ഞു. കാർത്തികിൻ്റെ വലതു കാൽപ്പത്തി എക്സ്റേക്ക് വിധേയമാക്കി. എക്സ്റേ ഫിലിം കിട്ടിയപ്പോൾ അത് ശ്രദ്ധയോടെ നോക്കിയിട്ട് ഡോക്ടർ വർഗീസ് പറഞ്ഞു. കാൽപ്പത്തിക്ക് ഫ്രാക്ചറൊന്നുമില്ല, സ്ലിപ്പായപ്പോൾ കാലൊന്ന് മടഞ്ഞു. പെട്ടെന്ന് സ്റ്റെപ്പിൽ തട്ടി ചതഞ്ഞതിൻ്റെ വേദനയാണിത്. സാരമില്ല, പ്ലാസ്റ്റർ ചുറ്റി ഒരു 3 ദിവസം കംപ്ലീറ്റ് റെസ്റ്റ്, അത്രയേ ഉള്ളൂ. വൈഗയ്ക്ക് ആശ്വാസമായി. കാർത്തികിനും. കാലിൻ്റെ പത്തിയിലും മുപ്പൂറ്റിയിലും ചേർത്ത് പ്ലാസ്റ്റർ ചുറ്റി വരുമ്പോൾ സിസ്റ്റർ പറഞ്ഞു, കാല് താഴെ കുത്താതെ നോക്കണം, നടന്നാൽ നീര് കിട്ടും, അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഉവ്, കാർത്തിക് സമ്മതിച്ചു. അവനെ വീൽ ചെയറിൽ ഇരുത്തിയാണ് തിരികെ ടാക്സിക്കരികിൽ എത്തിച്ചതും. വേദനയ്ക്ക് അല്പം ശമനമുണ്ടായതുകൊണ്ട് കാറിലേക്ക് കയറിയിരിക്കുമ്പോൾ കാർത്തിക് പറഞ്ഞു, താൻ ഹോസ്പിറ്റലിൽ ചെന്ന് എൻ്റെ കാറെടുത്ത് വീട്ടിലേക്ക് പോയിക്കോളൂ. അപ്പോൾ കാർത്തികോ, ഞാൻ ഈ ടാക്സിയിൽ പോയിക്കോളാം. കാല് തറയിൽ കുത്താൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. ഞാൻ ആ ചെറിയാനെ വിളിക്കാം, അയാളുടെ ഫ്ലാറ്റിലേക്ക് ഉടൻ വരാൻ പറയാം. അയാൾ വന്നു തന്നെ മദ്യപിച്ചും വെളിവില്ലാതെ ഉറക്കമായിരിക്കും അയാൾ. അത് ശരിയാണെന്ന് കാർത്തികിനറിയാം. ഈ ടാക്സിയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നു. അവിടെ നമ്മുടെ വണ്ടി എടുക്കുന്നു. കാർത്തികിനെ ഫ്ലാറ്റിലാക്കിയിട്ട് ഞാൻ മടങ്ങുന്നു, വൈഗ പറഞ്ഞു. അത് വേണോ?
കാർത്തികിൻ്റെ മനസ്സ് അതൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലും അവൻ ആശങ്കപ്പെട്ടു. വേണം, അവൾ പറഞ്ഞു. അല്ല വൈക, തനിക്ക് അഖിലിനെ രക്ഷിക്കണ്ടേ? എസ് പിയെ കാണണ്ടേ? എല്ലാം ഇതിനു ശേഷം. പുലരാൻ ഇനിയും സമയമുണ്ട്. പുലരും മുമ്പ് എസ് പിയെ കാണാമെന്നേ ഉള്ളൂ വാക്ക്. വൈക തറപ്പിച്ച് പറഞ്ഞു. കാർത്തിക് പിന്നെ ഒന്നും എതിർത്തില്ല. ടാക്സിയുടെ പിൻസീറ്റിൽ അവളുടെ തോളോട് ചേർന്ന് അവനിരുന്നു. മെഡിക്കൽ കോളേജ് കുരിശുപള്ളി ജംഗ്ഷനിൽ ടാക്സി നിന്നു. അത് പറഞ്ഞു വിട്ടിട്ട് വൈക സ്വിഫ്റ്റിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. ഇടത് സീറ്റിൽ കാർത്തികും. അവൾ വണ്ടി വിട്ടു. വേദനക്കിടയിലും കാർത്തികിന് ആ യാത്രകൾ സുഖമായിരുന്നു. കാറ് ഫ്ലാറ്റിൻ്റെ ഗ്യാരേജിൽ മാറ്റിയിട്ട് കാർത്തികിനെ താങ്ങിപ്പിടിച്ച് വൈക ഇറക്കി. വലതുഭാഗം തറയിൽ തൊടാതിരിക്കാനായി കാർത്തിക് ആവുന്നത്ര ശ്രദ്ധിച്ചു. വൈക അവൻ്റെ ഭാരമത്രയും തൻ്റെ ദേഹത്ത് താങ്ങാൻ ശ്രമിച്ച് അവൻ്റെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. എന്തു പറ്റി സാറേ? സെക്യൂരിറ്റി റൂമിൽ നിന്നും തോമാച്ചൻ ഇറങ്ങി വന്നു. എക്സ് മിലിറ്ററിയാണ്. 4 സെക്യൂരിറ്റിമാരിൽ ഒരാളാണ് അയാൾ. കൂടുതലും നൈറ്റ് ഡ്യൂട്ടി തോമാച്ചനാണ്. കാല് ചെറുതായൊന്ന് ഉളക്കി. കാർത്തിക് പറഞ്ഞു. ഇതാരാ? കാർത്തികിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചുരിദാറിട്ട സുന്ദരിയെ അയാൾ അടിമുടി നോക്കി. എൻ്റെ ഫ്രണ്ടാണ്. കാല് കുത്തുമ്പോൾ വല്ലാത്ത വേദന, അതുകൊണ്ട് കൂടെ വന്നതാ, അവൻ പറഞ്ഞു. ഈ സമയത്ത് കൂടെ നിൽക്കുന്നത് എസ് പി വൈകിയാണെന്ന് പറയാൻ കാർത്തിക് മടിച്ചു. തോമാച്ചനത് നാളെ ഇവിടെ ഫ്ലാഷാക്കും. അത് വേണ്ട. കാർത്തികും വൈകിയും ലിഫ്റ്റിനുള്ളിലേക്ക് കയറി. ലിഫ്റ്റ് മുകളിലേക്ക് പൊങ്ങി. തോമാച്ചൻ നോക്കി നിന്നു. പിന്നെ അയാൾ റൂമിലേക്ക് കയറി അവിടെ മേശപ്പുറത്ത് വെച്ച് മൊബൈലെടുത്തു. അതിലെ നമ്പർ തിരഞ്ഞെടുത്തു. നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നില്ല ഡോക്ടർ രശ്മി. വീട്ടിൽ രോഹിണിയെ കെട്ടിപ്പിടിച്ചുറങ്ങുകയായിരുന്നു അമ്മയ്ക്ക് കൂട്ടായിട്ട്. മൊബൈലിൻ്റെ ബെല്ലടി കേട്ടപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നും വല്ല എമർജൻസി കേസുമാണെന്നാണ് ആദ്യം കരുതിയത്. ഡോക്ടറെ, ഞാനാ സെക്യൂരിറ്റി തോമാച്ചൻ. എന്താ തോമാച്ച ഈ രാത്രിയിൽ? രശ്മിയുടെ കൺപോളകളിൽ ഉറക്കം ബാക്കി നിന്നു. സ്വരത്തിലും. ഡോക്ടറെ, ആ കാർത്തിക് സാറിനെ ഒന്ന് ശ്രദ്ധിച്ചോണമെന്ന് പറഞ്ഞില്ലേ? അതാ വിളിച്ചത്. ആളെ രാത്രി 10 മണിക്ക് ഇറങ്ങിയതാ. ഇപ്പോഴാണ് തിരിച്ചു വന്നത്. കൂടെ കെട്ടിപ്പിടിച്ച് ചുരിദാറിട്ട ഒരു കിളിപ്പെണ്ണ്. ഡോക്ടർ രശ്മി ചാടി എണീറ്റു. അവളുടെ ഉറക്കം പറന്നുപോയി. അധ്യായം 4. എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറയൂ തോമച്ച. ഡോക്ടർ രശ്മിയുടെ ശബ്ദമായിരുന്നു. ഉത്സാഹം ഇരട്ടിച്ച്. കാർത്തിക് സാറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ഇതാ ഇപ്പോൾ മോളിലേക്ക് പോയതേ ഉള്ളൂ. തോമാച്ചൻ്റെ ശബ്ദം വീണ്ടും കിട്ടും. തോമാച്ച, കള്ളം പറയരുത്. ആരെക്കുറിച്ച് പറയാമെന്ന് ഓർക്കണം. രശ്മിയുടെ ശബ്ദമായിരുന്നു. ഞാൻ 2 ലാർജ് അടിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് എനിക്ക് ലെവൽ കേടൊന്നുമില്ല ഡോക്ടറെ. കാർത്തിക് സാറിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഡോക്ടറെ കെട്ടാൻ പോണ ആളുടെ കാര്യം തന്നെയാണ്. നല്ല ബോധമുണ്ട് എനിക്ക്. തോമാച്ചൻ തുറന്നു. ഒന്ന് ശ്രദ്ധിച്ചോണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വാച്ച് ചെയ്തത്. എന്നിട്ട് രശ്മിക്ക് നെഞ്ചിടിച്ചു. പതിവില്ലാത്ത രാത്രിയിൽ പുറത്തു പോയതപ്പോഴേ ഒരു പന്തികേട് തോന്നിയതാ എനിക്ക്. അന്നേരം ഡോക്ടറെ വിളിച്ചു പറയണമെന്ന് തോന്നി. പക്ഷെങ്കിൽ ചുമ്മാ നമ്മളൊരാളെ സംശയിച്ച് പറയുന്നത് ശരിയല്ലല്ലോ. രശ്മിക്ക് ഉച്ചത്തിൽ ഹൃദയമടിച്ചു. ആ പെണ്ണിനെയും താങ്ങി പിടിച്ചോണ്ട് ഫ്രണ്ട് കൂടെ വന്നതാണെന്ന്. കാലൊളുക്കിയോ? രശ്മി ചോദിച്ചു. എവിടെ ഒളുക്കിയെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞത് കാണിച്ചതുമില്ല. തോമാച്ചൻ ഇതെത്ര കണ്ടിരിക്കുന്നു. എന്നിട്ട് അവരിപ്പോൾ എവിടെ? ഫ്ലാറ്റിനകത്തോട്ട് കയറി. ഫ്ലാറ്റിൽ ഇപ്പം ലൈറ്റ് തെളിഞ്ഞു. രശ്മിക്ക് പെരുവിരൽ മുതൽ രക്തം ഇരച്ചു കയറി. ഡോക്ടറെ, കാർത്തിക് സാറ് ആ ചെറിയാച്ചൻ്റെ കൂട്ട് പിടിച്ചപ്പോഴേ ഞാൻ തീർച്ചയാക്കിയതാ ഇങ്ങനെ എന്തേലും നടക്കുന്നു. അയാൾ ആൾ വെറും വിടക്കല്ലേ. അയാളുടെ വാലാപ്പെട്ട പിന്നെ കള്ളുകൂടിയും പെണ്ണുകൂടിയും ഒക്കെ തുടങ്ങിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കള്ളു കുടിച്ചിട്ടുണ്ടോ? എനിക്കങ്ങനെയാണ് തോന്നിയത്. കണ്ണൊക്കെ ചുവന്നിരിക്കുന്നു. അല്ലെങ്കിലും കള്ള് ചെല്ലുമ്പോഴാണല്ലോ ചിലർക്ക് തോന്നൽ. ഇനി കൂടെ ഒരു പെണ്ണും വേണമെന്ന് തോമാച്ചൻ പറഞ്ഞു. ഡോക്ടർ ഇങ്ങനെ ഒരുത്തനെ കെട്ടിയാൽ ഡോക്ടർ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ബെഡ്റൂമിൽ വേറെ പെണ്ണ് കയറി നിരങ്ങും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. തോമാച്ചൻ അവസാനത്തെ ആണിയും അടിച്ചു. രശ്മിക്ക് തോന്നി തൻ്റെ തുലിയൊരിയുന്നുവെന്ന്. തൻ്റെ പ്രതിസുത വരണാണ് കാർത്തിക് പറയേണ്ടിയിരുന്നില്ലെന്ന് തോന്നി അവൾക്ക്. അവൾ പെട്ടെന്ന് കോള് കട്ടാക്കി. മോളെ. ഫോൺ ബെൽ ശബ്ദം കേട്ട് രോഹിണിയും ഉണർന്നിരുന്നു. ഫോണിൽ നിന്നും വന്ന വാക്കുകൾ കുറേയൊക്കെ അവർ കേട്ടിരുന്നു. മകൾ പറഞ്ഞ മറുപടിയും. രശ്മി അമ്മയുടെ നേർക്ക് നോക്കി. എന്താ അമ്മേ? ആ പയ്യൻ അവൻ്റെ പാട് നോക്കി പോട്ടെ മോളെ.
നീ അതങ്ങ് വിട്ടുകളയാൻ അമ്മ എത്ര തവണ പറഞ്ഞതാ? രോഹിണി ഈർഷ്യത്തോടെ പറഞ്ഞു. രശ്മിയുടെ മുഖം കടുത്തു. അമ്മ ഈ കാര്യം ഒഴിച്ച് മറ്റെന്തും പറയും. ഈ മകൾ അതേപടി അനുസരിക്കും. പക്ഷേ ഇത് മാത്രം പറയരുത്. അമ്മ ഇനിയും നിരന്തരം ധിക്കരിക്കാൻ എനിക്ക് വയ്യ. രോഹിണിയുടെ മുഖം കൂടുതൽ ദീനമായി. രശ്മി വേഗം മൊബൈലെടുത്ത് മകൾ അതിലേതോ നമ്പർ തിരയുന്നത് കണ്ടപ്പോൾ രോഹിണിയുടെ കണ്ണുകളിടുങ്ങി. നീ ആരെയാണ് വിളിക്കുന്നത്? സാജന്. പാതിരാത്രി കഴിഞ്ഞു. ഇപ്പോൾ 2-3 മണിയായി. അറിയാം മോളെ. ഞാൻ രോഹിണി തടയാൻ ശ്രമിച്ചതോടെ രശ്മി മൊബൈലുമായി റൂമിൽ നിന്നും ഇറങ്ങി ഹാളിലേക്ക് വന്ന് ലൈറ്റിട്ടു. നല്ല ഉറക്കത്തിലായിരുന്നു സാജനം. മൊബൈൽ തലക്കിലിരുന്നടിച്ചപ്പോൾ ആദ്യം അവൻ എടുത്തതേയില്ല. രാത്രി വൈകിയാണ് അവൻ കൊച്ചിയിലെ തൻ്റെ വീട്ടിലെത്തിയത്. വന്നപ്പോഴേ ദുബൈയിലേക്കുള്ള യാത്ര മുടങ്ങിയ സതി ആൻറ്റിയുടെ കരച്ചിലും കെട്ടിപ്പിടുത്തവും പരാതികളും. കിടക്കാൻ വൈകി, ഉറങ്ങാനും. എന്നിട്ട് മൊബൈൽ 2ാം തവണ വെല്ലടിച്ചപ്പോൾ അവൻ എടുത്തു നോക്കി. ഡോക്ടർ രശ്മി കോളിംഗ്. അതും ഈ സമയത്ത്. കാര്യം നിസ്സാരമാകില്ല. അവൻ ഉറക്കം വിട്ട് ചാടി എഴുന്നേറ്റിരുന്നു. എന്താണ് ഡോക്ടർ? ഒരു കിടിലൻ ന്യൂസ്. രശ്മിയുടെ ശബ്ദം അവൻ കേട്ടു. എന്തു ചെയ്യണമെന്ന് സാജൻ പറയണം. എന്താണ് ആ കിടിലൻ ന്യൂസ്? ആറ്റുതീരത്തെ കാർത്തികിൻ്റെ ഫ്ലാറ്റിൽ ഇപ്പോൾ സുന്ദരിയായൊരു പെണ്ണുണ്ട്. വാട്ട്? രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലയെന്ന് കേട്ടിട്ടില്ലേ? ആ ഫ്ലാറ്റിനുള്ളിൽ ഒരു പെണ്ണിനെ കയറ്റാൻ നമ്മൾ പാടുപെട്ട് പ്ലാൻ ചെയ്തതേ ഉള്ളൂ. ഇതാ തനിയെ കയറിക്കൂടിയിരിക്കുന്ന ഒരുത്തി. ദൈവം നമ്മുടെ കൂടെയാണ്. എന്തു വേണം പറഞ്ഞോ? സാജനൊന്ന് അന്താളിച്ചു പോയി. കാർത്തികിൻ്റെ കൂടെ ഒരു പെണ്ണോ? ഡോക്ടർ പറയുന്നത് സത്യമാണോ? ഈ രാത്രി ക്ലോക്കിൽ സമയം 2:45 എന്നത് സത്യമാണെങ്കിൽ ഇതും സത്യം. സാജൻ്റെ മനസ്സിൽ പക പെരുകി. ആ ചെറിയാച്ചൻ ആൾ മഹാ തേർഡ് റേറ്റാണ്. അയാളുടെ വലയിൽ കാർത്തിക് വീണു കൊടുത്തു. അവൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജോലി പകുതി കുറഞ്ഞു. അതെ, എനിക്കവനെ ചവിട്ടി താഴ്ത്തണം ചെളിയിലേക്ക്. സാജൻ മരുണ്ടു. അതുവഴി വൈകിയുടെ കരണത്തും വീഴുവടി. അവൾ തനിയെ വരും എൻ്റെ അടുത്ത്. അതെ, രശ്മി സമ്മതിച്ചു. കരണത്തടി കൊള്ളുമ്പോൾ അവൾ മുഖം പൊത്തി ഓടും. അപ്പോൾ ചെളിയിൽ താഴ്ന്നവന് കൈ കൊടുക്കാൻ ആരും ഇല്ലാതെ വരും. ഞാൻ കൈനീട്ടും. എന്നിട്ട് എൻ്റെ സ്വന്തമാക്കും. എന്തിനെന്നോ? ഓരോ രോമവും പിഴുതെടുക്കാൻ. രോമക്കുത്തു വഴി പൊടിക്കുന്ന ചോര കണ്ട് ആർത്തിച്ചിരിക്കാൻ. കറക്റ്റ്. അതാണ് ഡോക്ടറെ വേണ്ടത്. സാജൻ എൻ്റെ പ്ലാന് കൃത്യമായി മനസ്സിലാകും. യെസ്, അവൻ സമ്മതിച്ചു. എങ്കിൽ സാജൻ പോലീസിനെ ഒന്ന് ഫോൺ ചെയ്യണം. പിന്നെ പത്രക്കാരെയും ചാനലുകാരെയും ആരെ വേണമെങ്കിലും ഏറ്റു. നാളെ പുലരുന്ന സൂര്യവെളിച്ചത്തിലെ അയാൾ മുഖം ഉയർത്തരുത്. അവളും. രശ്മി തറപ്പിച്ചു പറഞ്ഞു. സാജൻ ആർത്ത് ചിരിക്കണമെന്ന് തോന്നി. ഇതൊരു സുവർണാവസരമാണ്. രശ്മി ആ കോള് കട്ടാക്കി. പിന്നെ അവൾ വിളിച്ചത് മജിസ്ട്രേറ്റ് വിജയചന്ദ്രൻ്റെ നമ്പറിലാണ്. എന്താ മോളെ? അസമയത്ത് രശ്മിയുടെ വിളി വിജയചന്ദ്രനെയും ശോഭയെയും അന്താളിപ്പിച്ചു. ഒരു ബാഡ് ന്യൂസ് ഉണ്ടെങ്കിലേ. രശ്മി സ്വരത്തിൽ സങ്കടം വരുത്തി. ബാഡ് ന്യൂസോ? അതെ. അരികിൽ ശോഭാൻ്റെ ഉണ്ടെങ്കിൽ അല്പം മാറിയെന്ന ഞാൻ കാര്യം പറയാം. മോള് പറയും. വിജയചന്ദ്രൻ മാറിയുന്നില്ല. ഇപ്പോൾ കാർത്തികിൻ്റെ ഫ്ലാറ്റിൽ ഒരു സെക്യൂരിറ്റി എന്നെ വിളിച്ചിരുന്നു. എന്താ പ്രശ്നം? എൻ്റെ മോൻ എന്തെങ്കിലും? പെട്ടെന്ന് വിജയചന്ദ്രൻ ഉത്കണ്ഠപ്പെട്ടു. മകനോടുള്ള സർവ്വദേഷ്യവും മറന്ന് ബാഡ് ന്യൂസ് ഒന്നുകൂടി രശ്മി പറഞ്ഞതിൻ്റെ പേടിയും ആ സ്വരത്തിലുണ്ട്. മോനൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഫ്ലാറ്റിൽ കാർത്തികിൻ്റെ ഒപ്പം ഒരു പെണ്ണുണ്ട്. നോ. ശക്തമായിരുന്നു വിജയചന്ദ്രൻ്റെ സ്വരം. എൻ്റെ മോൻ അത്രക്കാരനല്ല. കാർത്തിക് അങ്കിളിൻ്റെ മകൻ മാത്രമല്ല, എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് വെറുതെ പറയേണ്ട ഒരു ന്യൂസ് അല്ല ഇതെന്ന് എനിക്കറിയാം. അതും ഇത്രയൊരു നാണം കെട്ട ന്യൂസ്. അപ്പോൾ മോള് പറഞ്ഞത് സത്യമാണോ? വിജയചന്ദ്രൻ്റെ മനസ്സിടിഞ്ഞു. താമസം ഒറ്റയ്ക്ക്, കൂട്ടിനൊരു വൃത്തികെട്ടോളം പോരെ? രശ്മി ചോദിച്ചു. എന്നിട്ട് തുടർന്നു. മിണ്ടാതെ അങ്കിള് ചെന്നാൽ കൈയോടെ പിടിക്കാം. അവൾ ആരായാലും അടിച്ചോടിച്ചിട്ട് കാർത്തികിനെ ബലമായി പിടിച്ചുകൊണ്ട് പോരണം. ഫ്ലാറ്റ് പൂട്ടാം. വിജയചന്ദ്രൻ കോൾ കട്ട് ചെയ്തു. എന്നിട്ട് വേഗം ഉടുവസ്ത്രം മാറ്റി പുറത്തു പോകുന്ന വേഷം ഇട്ടു. എങ്ങോട്ടാ ഈ സമയത്ത്? രശ്മി വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ശോഭ ചോദിച്ചു. നമ്മുടെ മകൻ്റെ പുതിയ വിശേഷങ്ങൾ. വിജയചന്ദ്രൻ പൊട്ടിത്തെറിച്ചു. വരുന്നോ? വിശേഷം നേരിൽ കാണാം. ശോഭയും അന്താളിപ്പോടെ എഴുന്നേറ്റു. ഫ്ലാറ്റിനുള്ളിൽ കയറിയ പാടെ ഹാളിലെ സെറ്റിയിലേക്കിരുന്നു കാർത്തിക്. അവിടെ തന്നെ കിടക്കാനായിരുന്നു ശ്രമം. ബെഡ്റൂമിലേക്ക് കയറി കിടന്നോളൂ, വൈക പറഞ്ഞു.
വേണ്ട, താൻ അങ്ങോട്ട് കയറി 2 പില്ലോ ഇങ്ങെടുത്തെ. തല ഒന്ന് ഉയർത്തി വെച്ചാൽ ഇവിടെ തന്നെ കിടക്കുന്ന അസുഖം, അവൻ പറഞ്ഞു. വൈക കാർത്തികിൻ്റെ ബെഡ്റൂമിലേക്ക് കയറി സ്വിച്ചിട്ടു. മുറിയാകെ വെളിച്ചം നിറഞ്ഞു. അവൾ റൂമൊന്ന് ശ്രദ്ധിച്ചു. വിശാലമാണത്. ഇളം നീല പെയിൻറ്റിങ്. ഒരു ബാച്ചിലറുടെ റൂമാണെന്ന് പറയില്ല. അലക്ഷ്യമായ ഒരു ടവൽ പോലും ഇട്ടിട്ടില്ല. വെള്ളയിൽ ചെറിയ നീല പ്രിൻ്റുള്ള വരിപ്പ് ബെഡിലുണ്ട്. ഒരു ചുളിവ് പോലുമില്ല. വിരിപ്പിൻ്റെ ജോഡി ഉറകളിട്ട തലയണയും അതിലുമില്ല ഒരു ചുളിവുകൾ. വൈകിക്ക് മനസ്സിലായി കാർത്തികിൻ്റെ സ്ഥിരം ഉറക്കം ഹാളിലെ ആ സെറ്റിയിലാണെന്ന്. അവൻ 2 പില്ലോകളെടുത്ത് ഹാളിലേക്ക് മടങ്ങി വന്നു. സെറ്റിയുടെ ഹാൻഡിലിൽ സൈഡിൽ ഒരെണ്ണം വെച്ചു. കാർത്തിക് തല അതിലേക്ക് കയറ്റി വെച്ചു. ഒരെണ്ണം ഞാൻ കാൽക്കൽ വെക്കാം, കാലൽപ്പം ഉയർത്തി വെക്കുന്നതാണ് നല്ലത്, അവൾ പറഞ്ഞു. അവൻ സമ്മതിച്ചു. വൈക അവൻ്റെ കാലുകൾ സെറ്റിയിൽ നിന്നും അല്പം ഉയർത്തി തലയണ വെച്ചു. എന്നിട്ട് അതിന് മീതേക്ക് പാദങ്ങൾ വെച്ചു. ഇപ്പോഴെങ്ങനെയുണ്ട്? ചോദ്യത്തോടെ അവൾ മുഖം തിരിച്ചു. നോക്കുമ്പോഴാണ് കണ്ടത്. വേദന കൊണ്ട് അവൻ്റെ മുഖം വല്ലാതെ ചുളിഞ്ഞിരിക്കുന്നു. വേദനിച്ചോ? അവൾ ചോദിച്ചു. ഉവ്, ആശുപത്രിയിൽ നിന്നെടുത്ത പിൽസിങ് എടുത്തേ, അവൻ പറഞ്ഞു. വൈക വേഗം തൻ്റെ വാനിറ്റി ബാഗിൽ കിടന്നിരുന്ന ഗുളികൾ എടുത്തു. ആ ഫ്രിഡ്ജിനുള്ളിൽ ബ്രെഡ് ഉണ്ടാകും. വൈക 2 പീസ് എടുത്തോ. വയറ്റിനുള്ളിൽ വല്ലാത്തൊരു എരിച്ചിൽ. എന്തെങ്കിലും കഴിക്കാതെ പിൽസ് കഴിച്ചാൽ വിശക്കുന്നുണ്ടോ? അവൾ ചോദിച്ചു. ആ, അവൻ ചിരിക്കാൻ ശ്രമിച്ചു. വേദന വിശപ്പായി മാറിയതാവും. അതിനെ തണുത്ത ബ്രെഡ് കഴിച്ചാൽ എന്താകാനാണ്? അല്ലാതെ ഈ സമയത്ത് ചൂട് കഞ്ഞി എവിടെ നിന്ന് കിട്ടും? ആര് തരും? അവൻ തമാശയോടെ പറഞ്ഞു. വീണ്ടും ചിരിക്കാൻ പാഴ്ശ്രമം നടത്തി. വൈകിക്ക് അത് മനസ്സിലായി. രാത്രിയിൽ കാർത്തിക് കാര്യമാക്കിയിട്ടില്ല, ആഹാരമൊന്നും കഴിച്ചിട്ടില്ലെന്ന്. ഇവിടെ അരിയുണ്ടെങ്കിൽ ചൂട് കഞ്ഞി ഈ സമയത്തുണ്ടാകും, അവൾ പറഞ്ഞു. താൻ കിച്ചണിലേക്ക് കയറി നോക്ക്. ഒരു വീട്ടിലേക്ക് വേണ്ടുന്നതെല്ലാം ആ ചെറിയാച്ചൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓ, പക്ഷെ വേണ്ട, താൻ അതിനൊന്നും നിൽക്കണ്ട. ഇപ്പം തന്നെ വളരെ വൈകി. തനിക്ക് SPയെ കാണട്ടെ. അഖിലിനെ രക്ഷിക്കേണ്ടതല്ലേ ഏറ്റവും വലിയ ആവശ്യം? അതെ, എനിക്ക് വിശപ്പടക്കാൻ ബ്രെഡ് മതിയടോ. ദിവസങ്ങളായി എൻ്റെ ഭക്ഷണം അതൊക്കെ തന്നെയാണ്. പിന്നെ ഹോട്ടലിലും കയറും, വല്ലതും വാരി വലിച്ച് കഴിക്കും. അവൻ ചിരിച്ചു. വൈകിക്ക് അലിവ് തോന്നി. തനിക്ക് വേണ്ടിയാണ് ഈ ആളെല്ലാം സഹിക്കുന്നത്. വയ്യാതിരിക്കുമ്പോൾ ഇത്തിരി കഞ്ഞി ആഗ്രഹിച്ചാൽ അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ എന്തിനു പിന്നെ ഇത്രയധികം സ്നേഹിക്കുന്നു? അനുവാദത്തിന് കാത്തു നിൽക്കാതെ വൈക വേഗം കിച്ചണിലേക്ക് കയറി. അവിടെ എല്ലാം ഉണ്ട്. ഗ്യാസ് കണക്ട് ചെയ്ത് സ്റ്റൗ വരെ. അവൾ പുത്തൻ കുക്കർ കഴുകി അതിൽ അരിയിട്ട് സ്റ്റൗവിൽ വെച്ചു. തിരികെ ഹാളിലേക്ക് വന്നിട്ട് അവൾ കാർത്തികിനോട് പറഞ്ഞു. ഒരു 15 മിനിറ്റ് വരെ വിശപ്പ് സഹിക്കാമെങ്കിൽ ചൂട് കഞ്ഞി റെഡി. അമ്പരപ്പോടെ ചിരിച്ചു കാർത്തിക്. ഇപ്പോൾ ചൂട് കഞ്ഞി കിട്ടുമെങ്കിൽ 15 അല്ല 30 മിനിറ്റ് വരെ ഞാൻ ക്ഷമിക്കും. വൈക ഉത്സാഹത്തോടെ കിച്ചണിലേക്ക് മടങ്ങി. കഞ്ഞിക്കെന്ത് കറി കൂട്ടും? നോക്കുമ്പോൾ അച്ചാറ് പാക്കറ്റുകൾ കണ്ടു. പപ്പടവും മതി. കുക്കറിൽ അരി വേവുന്ന ശബ്ദമായിരുന്നപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ചിട്ട് വൈക പപ്പടം ചുട്ടെടുക്കുകയായിരുന്നു. കുക്കർ തുറന്നവൾ കഞ്ഞി ഒരു ഡിഷിലേക്ക് ഒഴിച്ചു. 2 പ്ലേറ്റുകൾ കഴുകിയെടുത്തു. ചെറിയ പ്ലേറ്റുകളിൽ അച്ചാറും ചുട്ട പപ്പടവും. മുമ്പിലെ ടീപ്പോയിന്മേൽ 2 പ്ലേറ്റുകളിൽ കഞ്ഞിയും അച്ചാറുകളും ചുട്ട പപ്പടവും കണ്ടപ്പോൾ കാർത്തികിന് ഹാപ്പിയായി. ഒരു സ്പൂൺ കഞ്ഞി ചൂടോടെ അവൻ കോരി വായിലേക്ക് ഒഴിച്ചു. ഇത്തിരി മാങ്ങാച്ചാർ തൊട്ടു നോക്കി. പപ്പടം ഒന്നോടെ എടുത്ത് കടിച്ചു. കൊള്ളാം, തൃപ്തിയോടെ അവൻ പറഞ്ഞു. എൻ്റെ ഹൃദയം നിറഞ്ഞു. ഭാഗ്യം. ചൈനീസ് ഡിഷും നൂഡിൽസും ഒന്നും വേണ്ട. തനിക്ക് കഞ്ഞിയെങ്കിലും തയ്യാറാക്കാൻ കഴിയുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു. ഇപ്പോൾ എന്ത് തോന്നുന്നു? വൈക നേർത്ത പുഞ്ചിരിയോടെ കൺകോണാൽ അവനെ ഒന്ന് നോക്കി. ഞങ്ങൾ 3 പെൺകുട്ടികളല്ലേ. പെൺകുട്ടികൾ അടുക്കള കണ്ടിരിക്കണം, പാചകം പഠിച്ചിരിക്കണം. അത് അമ്മയും അച്ഛമ്മയും ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു. അതെൻ്റെ ഭാഗ്യം. ഏതായാലും താനും കഴിക്കടോ. നമ്മളൊരുമിച്ച് ഈ ഫ്ലാറ്റിലിരുന്നായിരിക്കുന്ന ആദ്യത്തെ സദ്യയാണല്ലോ. വലിയൊരു കസേര വലിച്ച് ടീപ്പോയുടെ അടുത്തേക്ക് ഇരിക്കാനൊരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഹാളിൻ്റെ ചില്ല് ജനാലയിലേക്ക് കാറിൻ്റെ ഹെഡ്ലൈറ്റ് വീശിയടിച്ചതുപോലുള്ളൊരു വെളിച്ചം വീണത്. വീണ്ടും വീണ്ടും അതുണ്ടായി. കാർത്തിക് ശങ്കിച്ചു. ഈ സമയത്ത് വാഹനങ്ങൾ ഇതിനുള്ളിൽ പതിവില്ലാത്തതാണല്ലോ. ഞാൻ നോക്കാം. ജനാലയിലൂടെ താഴേക്ക് നോക്കാനായിരുന്നു അവളുടെ പ്ലാൻ. അപ്പോൾ പെട്ടെന്ന് കോളിംഗ് ബെൽ. വൈകിയും ഒപ്പം കാർത്തികും അമ്പരന്നു. ഈ സമയത്ത് ആരാണ് ബെല്ലടിക്കുന്നത്? സെക്യൂരിറ്റി വിളിച്ചു ചോദിക്കാതെയും ആരെയും കടത്തിവിടാത്തതാണ്. അതോ ഇനി അയാൾ തന്നെയാണോ? വൈക ചെന്ന് വാതിൽ തുറന്നു. പുറത്തു നിൽക്കുന്നത് മജിസ്ട്രേറ്റ് വിജയചന്ദ്രൻ.
ഭാര്യ ശോഭ, ഡോക്ടർ രശ്മി. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം വേഗത്തിൽ കിട്ടാനായി ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ ലൈക്ക്, കമൻറ്റ് ഒക്കെ മുറ പോലെ ചെയ്യുക. ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.